Good morning. കേൾക്കാൻ പറ്റുന്നുണ്ടോ? മിസ് കേൾക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ജോയിൻ ചെയ്യാൻ പറ്റില്ലായിരുന്നു ആദ്യം, കുറെ ലേറ്റ് ആയി പോയി. അതെ അല്ലേ, ഓപ്പൺ ആണല്ലേ? നെറ്റിക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു, അതാണ് ലേറ്റ് ആയത്. ഓക്കെ മാം, ഓക്കെ ശരി. കുറെ നേരമായോ നിങ്ങള് ജോയിൻ ചെയ്തിട്ട്? അതെ, ഞാൻ കുറെ നേരമായി ട്രൈ ചെയ്യുന്നു. ഇപ്പൊ 41 അതെ അതെ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രയർ ചെയ്തോളൂ കേട്ടോ. പ്രയർ ഞമ്മൾക്ക് പ്രയർ ചെയ്യോ? മിസ് ചെയ്യാം, പക്ഷെ വോയിസ് ശരിയില്ല. ആരാണ് പ്രയർ ചെയ്യാം? വേറെ ചുമ ആയതുകൊണ്ട് മാം. അതെ അല്ലേ, ഓക്കെ സാറില്ല, വേറെ ആരെ കൂടെങ്കിലും ചെയ്യിപ്പിക്കാം. ശ്രുതി പ്രയർ ചെയ്യാമോ? ശ്രുതി ലെഫ്റ്റ് ആയി. ആരതി പ്രയർ ചെയ്യാമോ? ഒരു മിനിറ്റ് മാം, എനിക്ക് പ്രയർ പാടാൻ അറിയില്ല, ഞാൻ സ്പീച്ചിന്റെ രീതിയിൽ പറയാം. ഓക്കെ. Dear Lord, we thank you for this new day and for the chance to learn and grow. Please guide us in our studies. Help us understand what we learn and give us the wisdom to use it well. May we be kind to all classmates and respected to our teachers. Help us focus and do our best in all we do today. Thank you, ma'am. Okay. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏത് ഡിഫൻസ് മെക്കാനിസം വരെയാണ് പറഞ്ഞത്? ഓർമ്മയുണ്ടോ? റിഗ്രഷൻ വരെയാണ് മാം. റിഗ്രഷൻ വരെയാണ് അല്ലേ? എക്സാമ്പിൾ ചെയ്താൽ മതി. ഏതെങ്കിലും ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നോ? ആക്ടിവിറ്റി അന്ന് തന്നെ ക്ലാസ്സിൽ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെ കുറിച്ചിട്ട് നമ്മൾ നമ്മളുടെ ഓൺ രീതിയിൽ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് പേര് അത് അന്നേരം പറഞ്ഞു. പറയാത്തവരോട് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതെ അതെ, ഓക്കെ. അപ്പൊ ആരൊക്കെയാ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ക്ലാസ്സിലെ വർക്ക് ഞാൻ പറഞ്ഞത് ആക്ടിവിറ്റി? മിസ് അത് ഞാൻ ചെയ്തിട്ടുണ്ട്, അപ്പൊ തന്നെ പ്രസന്റ് ആക്കിയല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ. അമൃത അപ്പൊ തന്നെ പ്രസന്റ് ചെയ്തു. അതെ അതെ. ഓക്കെ, ആയിഷ പ്രസന്റ് ചെയ്തായിരുന്നോ? ആയിഷ മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഉണ്ടായിരുന്നു, ബട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതല്ലെന്ന് തോന്നുന്നു. മുന്നത്തെ ക്ലാസ്സിൽ ഉണ്ടല്ലേ? അതിന് മുമ്പത്തെ ക്ലാസ്സിൽ മിസ് പറഞ്ഞത് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാൻ പറഞ്ഞത് മിസ് തന്നെ ഒരു ടോപ്പിക് തന്നത്. മിസ് ഇത്രയും ഐഡന്റിഫിക്കേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ അത് മാം എടുത്തതിന് ശേഷം മാം അത് എഴുതാനാണ്, അപ്പൊ തന്നെ എഴുതാൻ പറഞ്ഞു. അപ്പോഴേക്കും ടൈം ഔട്ട് ആയപ്പോ എഴുതിയ 1-2 പേര് പറഞ്ഞു, ബാക്കിയുള്ളവരോട് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയണം എന്ന് പറഞ്ഞായിരുന്നു. അതെ അതെ, അമൃത വായിച്ചായിരുന്നു അല്ലേ?
ഞാൻ വായിച്ചായിരുന്നു മിസ്. ആ ഓക്കെ. ആരതി വായിച്ചായിരുന്നോ? ഇല്ല മാം, ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നില്ല. എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ട്, അന്നേരം എഴുതി വെച്ചതായിരുന്നു. ആ ഓക്കെ, ഒന്ന് റീഡ് ചെയ്യാവോ? ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മള് ഒരു കുട്ടി നമ്മുടെ അച്ഛനമ്മമാരെ പോലെ അനുകരിക്കുന്നത്. ഇപ്പൊ എന്റെ മോളാണ്, ലൈവ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്റെ മോൾ എന്റെ ഹസ്ബൻഡിന്റെ ഹാൻഡ് റൈറ്റിംഗ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പുള്ളി സൈൻ ചെയ്യുന്ന പോലെ സൈൻ ശ്രമിക്കാറുണ്ട്. പുള്ളിയെ അങ്ങനെ കോപ്പി ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ ബി.എഡ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ എനിക്കത് സാധിച്ചില്ല. പക്ഷെ ഇപ്പൊ ഞാൻ മോണ്ടിസറി കോഴ്സിൽ സന്തോഷം കണ്ടെത്തി. പിന്നെ സബ്ലിമേഷൻ എന്ന് പറയുന്നത് വലിയൊരു സങ്കടം അല്ലെങ്കിൽ ഒരു മാനസികമായിട്ട് നമുക്ക് അനുഭവിക്കുന്ന ഒരാൾ അത് നമ്മുടെ ഇഷ്ടപ്പെട്ട വിനോദങ്ങളിലൂടെ, അതായത് കവിത, ഡാൻസ്, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മളുടെ ആ വികാരത്തെ ഒരു അർത്ഥവത്തതാക്കി മാറ്റുന്നു. കറക്റ്റ് ആണോന്ന് അറിയില്ല മാം, ഞാനിങ്ങനെ ഓക്കെ, പറഞ്ഞോളൂ. പിന്നെ റിപ്രഷൻ എന്ന് പറയുന്നത്, എനിക്കിപ്പോ എന്റെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി ഒരു 39 ഏജ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പുള്ളി ഇങ്ങനെ മരണപ്പെട്ടപ്പോ എനിക്ക് ആ ഒരു 3 months അതിൽ നിന്ന് എനിക്ക് പുറത്തോട്ട് വരാൻ ഒത്തിരി താമസം എടുത്തു. പിന്നീടാണ് ഞാൻ മൈൻഡിൽ അതുമായിട്ട് നമ്മൾ രാവിലെ ഉണർന്ന ഉടനെ തന്നെ, ഞാൻ ഫ്ലാറ്റിലാണ് ഇപ്പൊ താമസിക്കുന്നത്. അപ്പൊ എനിക്ക് കാണുന്നത് തന്നെ അവരുടെ വീടാണ്. നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു, ഡോക്ടർ ആയിരുന്നു. പക്ഷെ പുള്ളി മരണപ്പെട്ടതുമായിട്ട് എനിക്ക് ഉൾക്കൊള്ളാൻ ഒട്ടും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് പുറത്തിറങ്ങാൻ പേടി, വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര പേടി. എന്നും അദ്ദേഹം നമ്മുടെ കൺമുന്നിൽ വന്ന് ആ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് 3 months ആയപ്പോൾ ഞാൻ ആ ഒരു റിയാലിറ്റി ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ എനിക്ക് ഓക്കെ ആയി. പിന്നെ റിഗ്രഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ എന്റെ നെയ്ബറായിട്ട് ഒരു വയസ്സുള്ള ഒരു കൊച്ചുണ്ട്. ഇപ്പൊ നമ്മൾക്ക് ജനിച്ചപ്പോ മുതൽ എന്റെ കയ്യിലാണ് അധികം ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഫ്ലാറ്റ് ലൈഫ് ആയതുകൊണ്ട് അവർക്ക് വീട്ടിൽ വേറെ ആരുമില്ല. അപ്പൊ അവള് കുളിക്കാൻ പോകുമ്പോൾ എപ്പോഴും കുഞ്ഞിനെയൊക്കെ നമ്മുടെ അടുത്ത് തരും. അപ്പൊ നമ്മളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാറുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കാണുമ്പോൾ കുഞ്ഞ് പല ശബ്ദങ്ങളിലൂടെ നമ്മളെ ഇത് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇതൊക്കെ ഒരു ലൈവായിട്ട് ഞാൻ അന്നേരം എഴുതി വെച്ചതായിരുന്നു. കറക്റ്റ് ആണോന്ന് എനിക്ക് അറിഞ്ഞൂടാ മാം. ഓക്കെ ഓക്കെ. ഇനി ആരെങ്കിലും വായിക്കാനുണ്ടോ? നമുക്ക് അടുത്ത ഡിഫൻസ് മെക്കാനിസത്തിലോട്ട് പോകാം. നെഗറ്റീവിസം കേട്ടോ, നെഗറ്റീവിസം. അത് നിങ്ങളൊന്ന് റീഡ് ചെയ്യൂ, അത് കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. വായിച്ചു കഴിഞ്ഞെങ്കിൽ തമ്പ് ചെയ്യാം കേട്ടോ.
ഓക്കെ, നമുക്ക് നെഗറ്റീവ്സ് നോക്കാം. സം ഇൻഡിവിജ്വൽ റിയാക്ട് ടു ബാഫ്ലിംഗ് സിറ്റുവേഷൻസ് ബൈ ബിക്കമിങ് നെഗറ്റീവ്. This means they do not attack the problem or obstacle which challenge them. Instead, they become contradictory, stubborn, and rebellious. Disobedience, temper tantrum, and defiance are expressions of their negativism. നമുക്കറിയാം, നമ്മുടെ ചുറ്റിനും ചില ആളുകളുണ്ട്, അവരെപ്പോഴും നെഗറ്റീവ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുക. ഉണ്ടോ? നിങ്ങളുടെ ചുറ്റിനും അത്തരത്തിലുള്ള ആളുകളുണ്ടോ? ഫാമിലിയിൽ ഉണ്ടാകാം, അയൽവക്കത്ത് ഉണ്ടാകാം, നെയ്ബേഴ്സ് ആയിട്ട് ഉണ്ടാകാം, ഫ്രണ്ട് സർക്കിളിൽ ഉണ്ടാകാം, ഇല്ലേ? ചിലപ്പോൾ ജോലി സ്ഥലത്തുണ്ടെങ്കിൽ ജോലി സ്ഥലത്ത് പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തിനേയും നെഗറ്റീവായിട്ട് റിസീവ് ചെയ്യുന്ന ആളുകൾ. എന്ത് കാര്യം പറഞ്ഞാലും ഇപ്പൊ ഞാന് ഒരു സ്ഥലത്ത് ഒരു കൂട്ടമായിട്ട് നിൽക്കുകയാണ്, ഒരു 5-6 പേര് കൂടിയിട്ട് ഒരു ഫംഗ്ഷനിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ എനിക്കറിയാവുന്ന ആളുകളാണ് എന്റെ ചുറ്റിനുള്ളത്. അപ്പൊ ഞാൻ അവരോട് പറയുവാണ്, ഞാൻ ഇങ്ങനെ ഒരു കാര്യം തുടങ്ങാനായിട്ട് പോവാണ്, സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, അപ്പൊ നിങ്ങളുടെയൊക്കെ അനുഗ്രഹവും ഇതൊക്കെ എനിക്ക് വേണമെന്ന് ഞാൻ അവരോട് പറയാണെന്ന് വിചാരിക്കാം. അപ്പൊ ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പറയുവാണ്, അയ്യോ നീ അത് എന്തിനാ തുടങ്ങിയിട്ട്, അത് തുടങ്ങിയാൽ ശരിയാവോ, അതിനൊക്കെ വലിയ സ്കോപ്പ് ഉണ്ടോ ഇക്കാലത്ത്, അതൊന്നും ശരിയാവില്ല, ആ ഒരു രീതിയിൽ പറയുന്ന ആളുകളില്ലേ? കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഉണ്ട് മാം. എനിക്ക് ഒരു അനുഭവം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാനൊരു 4-വീലർ ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ലേണേഴ്സ് എടുത്തപ്പോ ഞാൻ എന്റെ നെയ്ബേഴ്സിന്റെ അടുത്ത് അതിലൊരു ലേഡി കുറച്ച് ഈ കുശുമ്പൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ പറയണേ, ലേണേഴ്സ് എടുക്കുക പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല, ആർക്ക് വേണമെങ്കിലും എടുക്കാൻ പറ്റും. പിന്നെ ഞങ്ങള് വണ്ടി പഠിക്കാൻ ആഗ്രഹിക്കാത്തത് ഇന്ന് എവിടെ നോക്കിയാലും ആക്സിഡന്റും കാര്യങ്ങളല്ലേ കാണുന്നത്, അതുകൊണ്ടാണ്. അപ്പൊ നമ്മള് ലേണേഴ്സ് എടുത്ത് വണ്ടി പഠിക്കാൻ മുന്നോട്ട് പോകുന്നു പറഞ്ഞപ്പോ തന്നെ എനിക്ക് അവിടെ നിന്ന് കിട്ടിയൊരു മറുപടി ഈ വിധത്തിലായിരുന്നു. അതെ, അപ്പൊ എന്ത് കാര്യമാണെങ്കിലും എന്ത് ചെയ്യുന്നു, നെഗറ്റീവ് ആയിട്ടാണ് അവരെല്ലാ കാര്യങ്ങളും കാണുന്നത്. എല്ലാത്തിനെയും എതിർക്കുന്ന സ്വഭാവം. എന്ത് കാര്യം, നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് അത് ശരിയല്ല, അല്ലെങ്കിൽ അത് ശരിയാവില്ല, അല്ലെങ്കിൽ അത് ചെയ്യാനായിട്ട് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. ഒരു കാര്യം നമ്മൾ ഏൽപ്പിക്കുവാണ്, ഇന്ന കാര്യം നീ ഒരു ദിവസം ചെയ്തു തന്നെ എന്ന് പറഞ്ഞാൽ അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്ത് ശരിയാവില്ല, അങ്ങനെ ഒരു നെഗറ്റീവ് മൈൻഡോട് കൂടി കാര്യങ്ങൾ കാണാന്നുള്ളതാണ് ഈ കൂട്ടരുടെ പ്രത്യേകത. നല്ല കാര്യങ്ങളൊന്നും അവരുടെ നാവിൽ നിന്ന് വരില്ല. ഓക്കെ, അപ്പൊ ഈ നെഗറ്റീവിസം എന്ന് പറയുന്ന ഡിഫൻസ് മെക്കാനിസം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് അവര് സ്വയമേ എന്ത് ചെയ്യാണ്, ഒരു സന്തോഷം കണ്ടെത്തുവാണ്. ഇപ്പോ ഇത്തരത്തിലുള്ള ആളുകളോട് എന്തെങ്കിലും അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമോ ചോദിച്ചു ചെന്ന് കഴിഞ്ഞാല് ഇവര് നെഗറ്റീവായിട്ടാണ് എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. അപ്പോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ, അതായത് ചോദിച്ച വ്യക്തിയുടെ മനസ്സിന് ഭയങ്കരമായിട്ട് അവിടെ വേദന ഉണ്ടാകാനും അതിലൂടെ ഇവർക്ക് സന്തോഷം കണ്ടെത്താനും സാധിക്കും. അതാണ് ഈ ഒരു ഡിഫൻസ് മെക്കാനിസത്തിന്റെ പ്രത്യേകത. അപ്പൊ ഈ കൂട്ടരെ ആലോചിക്കുന്നത് എന്താ, എനിക്ക് സന്തോഷം കിട്ടുന്നില്ല, മറ്റുള്ളവർക്കും കിട്ടണ്ട, ആ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ കൂട്ടര് സഞ്ചരിക്കുന്നത്. മനസ്സിലായോ? നിങ്ങളുടെ ചുറ്റിനും ഉണ്ടാകും, നിങ്ങളുടെ ഫാമിലിയിലുള്ളവർ ആളുകൾ ഉണ്ടാകും ചിലപ്പോ ഇത്തരത്തില് നെഗറ്റീവായിട്ട് ചിന്തിക്കുകയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നവര്. ഓക്കെ, അപ്പോ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന്? നെഗറ്റീവായിട്ട് ബിഹേവ് ചെയ്യുക, നെഗറ്റീവായിട്ട് സംസാരിക്കുക, എല്ലാ കാര്യത്തിനും ഒരു നെഗറ്റീവ്, ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു നെഗറ്റീവ് എനർജിയാണ് ഉണ്ടാവുക. ആ നെഗറ്റീവ് എനർജി മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവരിലേക്കും അത് പോകും. ഓക്കെ, ഇപ്പൊ ഞാൻ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഞാൻ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയോട് സംസാരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ നെഗറ്റീവ് എനർജി അങ്ങോട്ട് വരും, എന്നിലേക്ക് വരും. അപ്പൊ എനിക്കും ഭയങ്കരമായിട്ടുള്ള ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഞാൻ പ്രവീണ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം മാം.
ഞാനാണെങ്കിൽ ആക്ച്വലി ഡേ കെയർ തുടങ്ങാൻ ഞാൻ വെളിയിലായിരുന്നു ആർമി സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇവിടെ നാട്ടിൽ സെറ്റിൽ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഡേ കെയർ തുടങ്ങാം എന്ന് പറഞ്ഞ് ഇങ്ങനെ തുടങ്ങിയപ്പോൾ കുറെ പേരുടെ കൂടെ പറഞ്ഞപ്പം എല്ലാവരും കുറെ പേര് എന്നെ ഒപ്പോസ് ചെയ്തു. തുടങ്ങല്ലത് നഷ്ടമാ, അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് തോന്നി കുറെ പേരെന്നെ ഇത് പറഞ്ഞു, നിരുത്സാഹപ്പെടുത്തി തുടങ്ങരുതെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പം ദൈവാനുഗ്രഹം കൊണ്ട് എന്തായാലും നല്ലതായിട്ട് പോകുന്നുണ്ട്. അല്ലേ? ആ. വെരി ഗുഡ്. അപ്പൊ നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യാം. മറ്റുള്ളവര് 1000 കുറ്റങ്ങൾ പറയും. അതായത് നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാല് നമ്മൾ നന്നാവട്ടെ എന്നല്ല ആഗ്രഹിക്കുന്നത്, മറിച്ച് എങ്ങനെയെങ്കിലും നശിച്ചു പോട്ടെ എന്നാണ് മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത്. അല്ലെ? നമുക്ക് തോന്നില്ല, നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നില്ല, നമ്മളോട് മറ്റുള്ളവർ ചിരിച്ചായിരിക്കും കാണിക്കുന്നത്. പക്ഷെ ചിരിക്കുന്ന ആളുകളിൽ തന്നെ നമ്മൾക്ക് മോശം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾ ഉണ്ടാവും, അങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുന്ന ആളുകളും ഉണ്ടാവും. അപ്പൊ അത് നമ്മൾക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കാറില്ല പല സമയത്തും. അത് നമ്മുടെ ഒരു പരാജയം തന്നെയാണ്. അങ്ങനെ അത് എല്ലാ മനുഷ്യർക്കും ഉള്ളത് ഒരു കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അല്ലേ നമ്രത? ഞാൻ പറഞ്ഞ ശരിയല്ലേ? അതെ മിസ്, ശരിയാണ്. എനിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അല്ലേ? അതെ, ഞാൻ ട്യൂഷൻ തുടങ്ങാൻ പോകുമ്പോൾ കുറച്ച് ആൾക്കാർ അത് തുടങ്ങിയിട്ട് എന്താവാന്, പിള്ളേരുണ്ടാവോ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഞാൻ 3 years ആയി കണ്ടിന്യൂസ് ആയിട്ട് അത് കൊണ്ടുപോകുന്നുണ്ട് മുന്നോട്ട്. അപ്പൊ അവര് പറഞ്ഞത് കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിൽ നിന്നും പിന്തിരിഞ്ഞേനെ. പക്ഷെ ഞാൻ എന്റെ ഒരു ഇതില് മുന്നോട്ട് പോയി. ഓക്കെ, അപ്പൊ ഇതില് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്റ്റബോൺ ആൻഡ് റിബല്യസ്, ഡിസൊബീഡിയൻസ്, ടെമ്പർ ടാൻട്രം, അതൊക്കെ എന്താണ് നമുക്കൊന്ന് നോക്കാം. ഈ കോൺട്രഡിക്ടറി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കോൺട്രഡിക്ടറി ഏകദേശം ഒരേ അർത്ഥം തന്നെയാണ് കേട്ടോ എല്ലാത്തിനും വരുന്നത്. അതായത് ഈ നെഗറ്റീവിസം ഉള്ള ആളുകൾ പെരുമാറുന്ന രീതിയാണ്. അതിന്റെ പല സ്റ്റേജസ് ആണ് കൊടുത്തിരിക്കുന്നത്. കോൺട്രഡിക്ടറി കൊടുത്തിട്ടുണ്ട്, സ്റ്റബോൺ കൊടുത്തിട്ടുണ്ട്, റിബല്യസ് കൊടുത്തിട്ടുണ്ട്, ഡിസൊബീഡിയൻസ് കൊടുത്തിട്ടുണ്ട്, ടെമ്പർ ടാൻട്രം കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാത്തിലും ഒരേപോലുള്ള നേച്ചറാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. എന്നാലും ഞാനൊന്ന് പറഞ്ഞുതരാം. കോൺട്രഡിക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് ഒരാള് മറ്റുള്ളവരുടെ വാക്കുകള്, അവരുടെ അഭിപ്രായങ്ങള് എപ്പോഴും എതിർത്ത് സംസാരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ മറ്റുള്ളവരുടെ വാക്കുകളായിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളായിക്കോട്ടെ, അതിനൊന്നും വില കൽപ്പിക്കാതെ അവരുടെ അഭിപ്രായങ്ങളെയും അതുപോലെ തന്നെ അവരുടെ വാക്കുകളെയും നിരന്തരം എതിർത്ത് സംസാരിക്കുന്നതാണ് എന്ത്? കോൺട്രഡിക്ടറി എന്ന് പറയുന്ന മീനിങ് വരുന്നത് കേട്ടോ. ഓക്കെ, ചിലപ്പോ നല്ല ഒരു കാര്യം, ഇപ്പൊ ഒരാൾ നല്ലൊരു സാരി എടുത്തിട്ട് വന്നു എന്ന് വിചാരിക്കുക, എല്ലാവരും നല്ലതാണെന്ന് പറഞ്ഞു. പക്ഷെ ഈ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആള് പറയാണ് അത്ര നല്ലതൊന്നും അല്ല, തുണി കൊള്ളില്ല, കാണുന്ന ഭംഗി മാത്രമേ ഉള്ളൂ, തുണി കൊള്ളില്ല എന്ന് പറയുവാണ്. അവിടെ ഒരു നെഗറ്റീവിസം വരുന്നില്ലേ? കാരണം എന്താ? അവിടെ സമ്മതിക്കുന്നില്ല വ്യക്തി, നല്ലതാണെന്ന് അവിടെ സമ്മതിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ പറയണമല്ലോ മോശമായിട്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ മോശമാണെന്ന് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ ഏത് സമയവും ഇങ്ങനെ ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കും, വാദിച്ചുകൊണ്ടേയിരിക്കും. അതായത് ആളുടെ മേലിൽ എന്തെങ്കിലും തെറ്റുണ്ടായി കഴിഞ്ഞാൽ കൂടി മറ്റുള്ളവരത് തിരുത്താനായിട്ട് ശ്രമിക്കുമ്പോൾ ഏത് സമയവും ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഇദ്ദേഹം പറയുന്നത്, അതായത് നെഗറ്റീവായിട്ട് ബിഹേവ് ചെയ്യുന്ന ആള് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ശരി എന്ന് വാദിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, മനസ്സിലായോ? കോൺട്രഡിക്ടറി മനസ്സിലായോ? അടുത്തത് സ്റ്റബോൺ ആണ്. സ്റ്റബോൺ എന്ന് പറഞ്ഞാല് സ്വന്തം അഭിപ്രായം അത് ശരിയാണെന്ന് വാശി പിടിക്കുക. ഓക്കെ, സ്വന്തം അഭിപ്രായം ശരിയാണെന്ന് വാശി പിടിക്കുന്നതാണ് സ്റ്റബോൺ എന്ന് പറയുന്നത്, അല്ലെ? ചില സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്യാറുണ്ട്, അല്ലെ? നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വേണമെങ്കിൽ നമ്മൾ അതിൽ പിടിവാശി കാണിക്കാറുണ്ട്. അപ്പൊ നമ്മളിൽ എന്ത് സ്വഭാവം വരുന്നത്? നെഗറ്റീവിസത്തില് സ്റ്റബോൺ എന്ന് പറയുന്ന ആ ഒരു നേച്ചറാണ് വരുന്നത്.
ഓക്കെ, അപ്പൊ ഇത് ഓരോ വ്യക്തികൾക്കും ഉണ്ടാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഒന്നല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ എന്തുണ്ടാകും, ഈ ഒരു പിടിവാശി എല്ലാ മനുഷ്യരിലും ഉള്ള ഒരു കാര്യമാണ്. ഇതിനടുത്തത് റിബല്യസ് ആണ്. അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, കുറേയധികം നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ട് നമുക്ക് ചുറ്റും അല്ലെ. അതിനോടുള്ള വിയോജിപ്പ് അല്ലെങ്കിൽ അതിനോടുള്ള എതിർപ്പിനെയാണ് റിബല്യസ് എന്ന് പറയുന്നത്. ഓപ്പൺ ആയിട്ട് പറയും ഈ കൂട്ടര്. അതായത് ഒരു പൊതു സദസ്സിൽ നിന്നുകൊണ്ട് പറയാൻ പാടില്ലാത്ത കാര്യമാണെങ്കിൽ പോലും അവരെന്ത് വിചാരിക്കും, അങ്ങനെയുള്ള ഒരു മാറ്ററേ അവിടെ വരുന്നില്ല, എന്തുണ്ടെങ്കിലും തുറന്നു പറയാം. ഓക്കെ, അത് മറ്റുള്ളവർക്ക് വേദനിക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ കൂട്ടര് നോക്കാറില്ല. ഇല്ലേ, ചില വ്യക്തികളില്ലേ അങ്ങനെ, മറ്റുള്ളവർക്ക് വേദനിക്കോ അല്ലെങ്കിൽ അവർക്കത് സങ്കടമാവോ എന്നൊന്നും ചിന്തിക്കാറില്ല അല്ലെ. അവരെന്താണ് അവരുടെ മനസ്സിലുള്ളത് അത് മറ്റുള്ളവർക്ക് പെയിൻഫുൾ ആയിക്കോട്ടെ, പക്ഷെ അവർക്കത് ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, അവരത് തുറന്നു പറയും. ദാറ്റ് ഈസ് റിബല്യസ്. ഓക്കെ, ഇനി ഡിസൊബീഡിയൻസ് എന്ന് പറഞ്ഞാല് ഇത്തരത്തിലുള്ള, അതായത് ഞാൻ പറഞ്ഞ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്, അത് മനഃപൂർവ്വം പാലിക്കാതിരിക്കുക. അതായത് അതിനൊരു ഇത് വരുത്തുക, അതായത് എന്താ പറയാ, അവർക്കറിയാം അത് ചെയ്യണം എന്നുള്ള കാര്യമാണെന്ന് അറിയാം. ഇപ്പൊ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് പാലിക്കണം എന്നുള്ള കാര്യമാണെന്ന് അറിയാം, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, അവരത് കറക്റ്റ് ആയിട്ട് പാലിക്കുന്നില്ല, മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നില്ല. ഒരു മനഃപൂർവ്വം എന്ത് ചെയ്യുവാണ്, അത് റെഗുലേറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ വയലേറ്റ് ചെയ്യുവാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് ഡിസൊബീഡിയൻസ്. ഓക്കെ, പിന്നെ ലാസ്റ്റ് വൺ ടെമ്പർ ടാൻഡ്രം ആണ്. എന്തായിരിക്കും അത്? ടെമ്പർ ടാൻഡ്രം ഭയങ്കരമായിട്ടുള്ള ദേഷ്യമാണ് കേട്ടോ, കോപം എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് പറയുക. അതുപോലെ തന്നെ എന്താ പറയുക, കുട്ടികളിൽ നമ്മളിത് സാധാരണയായിട്ട് കണ്ടുവരാറുണ്ട്. കുട്ടികളുടെ എന്തെങ്കിലും വാശികളോ കാര്യങ്ങളോ നമ്മൾ സാധിച്ചു കൊടുക്കാറില്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാറുണ്ട്. അപ്പോ അതിലേക്ക് സ്വാഭാവികമായിട്ട് നെഗറ്റീവ് എനർജിയാണ് വരുന്നത്. നമ്മള് വിചാരിക്കും നമ്മൾ ദേഷ്യപ്പെടുമ്പോഴൊന്നും നമുക്കൊന്നും സംഭവിക്കുന്നില്ല, പക്ഷെ നമ്മൾ ദേഷ്യപ്പെടുമ്പോഴൊക്കെ നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിലൊക്കെ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ നടക്കുന്നുണ്ട്, ചേഞ്ചസ് നടക്കുന്നുണ്ട്. ഓക്കെ, അത് നമ്മുടെ ഓവറോൾ ഹെൽത്തിനെ മോശകരമായിട്ട് ബാധിക്കും. ഇപ്പൊ ടെമ്പർ ടാൻഡ്രം എന്ന് പറഞ്ഞാല് ദേഷ്യമാണ് കേട്ടോ. ഓക്കെ, അതായത് ആരുടെ മുഖത്ത് നോക്കിയും ദേഷ്യത്തോടെ എന്തും, അതായത് മറ്റുള്ളവർ എന്ത് വിചാരിക്കട്ടെ, നോ പ്രോബ്ലം, എനിക്ക് എന്താണ് തോന്നുന്നത് അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ പ്രകടിപ്പിക്കുന്നു. ഓക്കെ, മനസ്സിലായല്ലോ, ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ നെഗറ്റീവ്സ് എന്ന് പറയുന്നത് ഒരു തരം നെഗറ്റീവായിട്ട് എല്ലാത്തരം കാര്യങ്ങളോടും നെഗറ്റിവിറ്റി അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ബിഹേവ് ചെയ്യുക, ഒരു നല്ല കാര്യം ചെയ്താൽ പോലും അത് മോശമാണെന്ന് പറയുക, എല്ലാത്തിനെയും നെഗറ്റീവായിട്ട് കാണുക, പോസിറ്റീവ് മൈൻഡ് ഇല്ല ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം സിമ്പത്തിസം. അതൊന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ, സിമ്പത്തിസം.
റീഡ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ തമ്പ് ചെയ്യാം കേട്ടോ. ആരതി ഒന്ന് സിമ്പത്തിസം വായിച്ചേ. In sympathism, the individual avoids the need of solving his problems by getting the sympathy of others. Many people get contented if they can turn to someone for sympathy. They try to attain attention and secure expression of concern over their difficulties. എന്താണ് മനസ്സിലായോ സിമ്പത്തിസം എന്താണെന്ന്? ഒരു വ്യക്തി മറ്റുള്ളവരുടെ സഹതാപം അവോയ്ഡ് ചെയ്യുന്നു. സഹതാപം അവോയ്ഡ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ അറ്റൈൻ ചെയ്യുന്നതാണോ? അറ്റൻഷന് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നത്. ഉണ്ടോ? ചുറ്റിനുണ്ടോ? ആരെങ്കിലും ഉണ്ടോ അങ്ങനെ സിമ്പതി അറ്റൈൻ ചെയ്യുന്ന ആളുകൾ ഉണ്ടോ? ഉണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ഓർക്കണം, നമ്മൾ ഈ പറയുന്ന ഡിഫൻസ് മെക്കാനിസം ഒക്കെ നമ്മുടെ ലൈഫിൽ നടക്കുന്നതാണല്ലോ. ഇപ്പൊ ഇത്രയും ഡിഫൻസ് മെക്കാനിസം നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മള് ഇത്രയും പലതും കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഇത് പറയുമ്പോഴാണ് ഇതൊരു ഡിഫൻസ് മെക്കാനിസം ആണ്, അതിൽ ഉൾപ്പെട്ടതാണ് ഈ സംഭവങ്ങളെന്ന് തിരിച്ചറിഞ്ഞത് ഇപ്പോഴാണ്. പക്ഷെ ഇതെല്ലാം നമ്മൾക്ക് ചുറ്റും നടക്കുന്നുണ്ടെന്ന്, പക്ഷെ ഇത് ഓരോ പേരുകളിലൂടെ ഒന്നും നമ്മൾ അറിയുന്നില്ല. ഓക്കെ, അവരിങ്ങനെ സഹതാപത്തിന് ചെയ്യുന്നു, ഇല്ലെങ്കിൽ അവര് നെഗറ്റീവായിട്ട് നമുക്കെതിരെ സംസാരിക്കുന്നു, ഇതെല്ലാം ഒരു ഡിഫൻസ് മെക്കാനിസം ആണെന്ന് തിരിച്ചറിഞ്ഞത് ഇപ്പോഴാണ്. അതെ, ഓക്കെ. അതായത് ചില ആളുകൾ എന്ത് ചെയ്യാറുണ്ടെന്നോ, അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാറുണ്ട്. എങ്ങനെയാണ് അവര് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്? മറ്റുള്ളവരുടെ സിമ്പതി പിടിച്ചു പറ്റിക്കൊണ്ട്, മറ്റുള്ളവരുടെ സഹതാപം പിടിച്ചു പറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ ലൈഫ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോ ഇത്തരത്തിൽ മറ്റുള്ളവരുടെ സഹതാപം അഥവാ സിമ്പതി പിടിച്ചു പറ്റിക്കൊണ്ട് മുന്നോട്ട് പോയി അവരുടെ ആ ഒരു ലൈഫ് വളരെ സ്മൂത്ത് ആയിട്ട് പോവുകയും അത്തരത്തിൽ ഈ സിമ്പത്തിസം എന്ന് പറയുന്ന ഡിഫൻസ് മെക്കാനിസത്തിലൂടെ അവർക്ക് ആശ്വാസം കണ്ടെത്താനും സാധിക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ധാരാളം ആളുകൾ, ബഗ്ഗേഴ്സ് വരാറുണ്ട് അല്ലെ? ഭിക്ഷയാചി കുച്ചികൊണ്ട് ആളുകൾ വരാറില്ലേ നമ്മൾക്ക് അരികിലോട്ട്? ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അവരുടെ അടുത്ത് വരുമ്പോൾ എന്തെങ്കിലും പൈസ കൊടുക്കോ, അല്ലെങ്കിൽ തിരിഞ്ഞിരിക്കോ, അല്ലെങ്കിൽ ഇല്ലെന്ന് പറയോ? എന്താ ചെയ്യുന്നേ? ആ വ്യക്തിയെ നോക്കിയിട്ട് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ പൈസ കൊടുക്കും. ചില സമയത്ത് തിരിഞ്ഞിരിക്കാറുണ്ട്. ചില വ്യക്തികളെ കാണുമ്പോൾ നമുക്ക് കൊടുക്കാൻ തോന്നും അല്ലെ? കാരണം തീരെ വീക്കായിട്ടായിരിക്കും വരുന്നത്. ചിലപ്പോ ഡിസേബിൾഡ് ആയിരിക്കും അല്ലെ? അംഗവൈകല്യങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകും. അപ്പൊ അത്തരത്തിലുള്ള വ്യക്തികൾക്കാണ് നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുക, നമ്മൾ നമ്മുടെ കയ്യിലുള്ള ചെറിയ ഒരു എമൗണ്ട് ആണെങ്കിൽ നമ്മൾ ഇത് കൊടുക്കുക. ഓക്കെ, പക്ഷെ അതിലൂടെ, അതായത് ആ ഒരു, കാരണം അയാൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അയാൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ പിക്ക് ചെയ്യുന്നത് അല്ലെ? പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഓരോ രൂപയും നമ്മൾ മാത്രമല്ല കൊടുക്കുന്നത്, മറ്റുള്ള ആളുകൾ കൊടുക്കേണ്ടെന്നല്ല കേട്ടോ ഞാൻ പറയുന്നേ. ഞാൻ പറഞ്ഞു വന്നതാണ് സിമ്പത്തിസം, ആ ഒരു ഇത് പറഞ്ഞു വന്നതാണ്. അതായത് നമ്മൾ കൊടുക്കുന്നുണ്ട്, അതുപോലെ മറ്റുള്ള ധാരാളം ആളുകളും കൊടുക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഇങ്ങനെ കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് അതൊരു ജീവിതോപാധിയല്ലേ? അദ്ദേഹത്തിന്റെ ഡെയിലി ലൈഫിലെ കാര്യങ്ങള് നിറവേറ്റാനായിട്ട് ആ പൈസ ഉപകരിക്കില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഉപകരിക്കും അല്ലെ? അപ്പൊ എന്താ അദ്ദേഹം ചെയ്യുന്നേ? അതായത് മറ്റുള്ളവരുടെ സിമ്പതിയാണ് അവിടെ വർക്ക് ചെയ്യുന്നത് അല്ലെ? ആ സിമ്പതിയിലൂടെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന്റെ ലൈഫിന് ആശ്വാസം കണ്ടെത്താനായിട്ട് ശ്രമിക്കും. ഓക്കെ, പൈസ കിട്ടുന്നതിലൂടെ എന്താ കിട്ടുന്നേ? അദ്ദേഹത്തിന് ഒരു ആശ്വാസം കിട്ടുന്നേ. അവിടെ എന്താ വർക്ക് ചെയ്തത്? സിമ്പത്തിസം ആണ് വർക്ക് ചെയ്തത്. മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ ആണോ? അപ്പൊ ഞാനിപ്പോ ബഗ്ഗേഴ്സിന്റെ മാത്രമായിട്ടാണ് പറഞ്ഞത്. വേറെയും ധാരാളം എക്സാമ്പിൾസ് ഉണ്ട്. ചില വ്യക്തികൾക്ക് നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആരെങ്കിലും, ഒരു വ്യക്തി നമ്മളെ വിളിച്ച് പറയുവാണ്, എനിക്ക് എപ്പോഴും ബുദ്ധിമുട്ടാണ്, എൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല, ഏത് സമയം എനിക്ക് ഭയങ്കര എന്താ പറയാ, ഞാൻ എപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുവാണെന്ന് വിചാരിക്കാം. അപ്പൊ ആദ്യമായിട്ടാണ് വിളിച്ച് അങ്ങനെ പറയുന്നത്. അപ്പൊ നമ്മൾക്കത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വിഷമം തോന്നും. കാരണം നമ്മളൊക്കെ മനുഷ്യരാണ്, നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്, സഹാനുഭൂതി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇത് വർക്ക് ആവുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നത്. അപ്പൊ ഇത് കേട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ പൈസ കൊടുക്കും.
അപ്പൊ നമ്മളോട് മാത്രമല്ല ഇത് പറയുന്നുണ്ടാവാം, മറ്റ് ഫ്രണ്ട് സർക്കിളിലുള്ള ആളുകളോടൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ടാവും ആ വ്യക്തി. അപ്പൊ അവരിൽ നിന്നൊക്കെ എന്ത് ചെയ്യും, പൈസ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ എല്ലാവരിൽ നിന്നും പൈസ കളക്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രശ്നം എന്താണ്, അദ്ദേഹം നേരിടുന്ന ആ ഒരു പ്രശ്നം, അത് അവിടെ സോൾവ് ചെയ്യപ്പെടും. ക്ലിയർ ആണോ? ഇതെന്തുകൊണ്ടാ? സിംപത്തിസം എന്ന് പറയുന്ന ഡിഫൻസ് മെക്കാനിസം വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ. പക്ഷെ നമ്മള് ഒരു പ്രാവശ്യം ആ വ്യക്തി പറഞ്ഞു, രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും പറഞ്ഞു, 3-4 പ്രാവശ്യം പറയുമ്പോൾ നമുക്ക് തോന്നും അല്ലെ, നമ്മളെ മിസ്യൂസ് ചെയ്യുവാണോ എന്ന് നമുക്കൊരു തോന്നലുണ്ടാവും. ഓക്കെ, അപ്പൊ ചില ആളുകളുണ്ട് ഇങ്ങനെ ഇത് പറഞ്ഞ് അല്ലെങ്കിൽ നമ്മളെ അത് ധരിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ചില ആളുകളുണ്ട്. കാരണം അവർക്ക് വേറെ ഒരു കാര്യങ്ങൾ നോക്കണ്ട, അതായത് ഇങ്ങനെ പറഞ്ഞ് അല്ലെങ്കിൽ ഇങ്ങനെ ആ ഒരു കാര്യം കാണിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, ദാറ്റ് ഈസ് സിംപത്തിസം. ഓക്കെ, അപ്പൊ മറ്റുള്ളവരുടെ സഹതാപം പിടിച്ചു പറ്റി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ് സിംപത്തിസത്തിൽ പെടുന്നത്. ക്ലിയർ അല്ലേ? പിന്നെ അതുപോലെ തന്നെ ഈ ഒരു അറ്റൻഷൻ നേടുന്നതിലൂടെ, അതായത് വ്യക്തികളുടെ അറ്റൻഷൻ നേടുന്നതിലൂടെ അവരെന്ത് ചെയ്യുന്നു, സെക്യൂർ ആവുക ചെയ്യുന്നത്. അവർ കൂടുതൽ സുരക്ഷിതരാകുന്നു. അവർക്കൊന്നും പേടിക്കാനില്ല, കാരണം ഒരാൾ തന്നെ സഹായിക്കാനുണ്ടല്ലോ എന്നുള്ളൊരു തോന്നല് അവര് എന്താ പറയാ അവരിൽ ഉണ്ടാകുന്നു. ഓക്കെ, ഇപ്പോ വേറൊരു രീതിയിൽ വേണമെങ്കിൽ ഇതിനെ നമുക്ക് പറയാം. അതായത് ഇപ്പൊ നമ്മുടെ ചെറുപ്പ സമയത്ത്, അതായത് ചെറുപ്പ കാലഘട്ടങ്ങളിലും അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ ഇപ്പൊ കല്യാണം കഴിഞ്ഞവരാണെങ്കിലും കല്യാണത്തിന് മുമ്പായാലും നമ്മൾക്കൊരു ചിന്തയുണ്ട്, നമ്മളെ അച്ഛനമ്മമാര് നോക്കുമല്ലോ എന്നുള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടാവും അല്ലെ? ഇല്ലേ? ഉണ്ടായിട്ടില്ലേ നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്തൊക്കെ? ഞാൻ ജോലിക്ക് പോകേണ്ട കാര്യമില്ല, എന്നെ അച്ഛനമ്മയും നോക്കും. കാരണം നമ്മളവിടെ സെക്യൂർ ആണ്. എന്ത് വന്നു കഴിഞ്ഞാലും, നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, അച്ഛനമ്മമാര് നോക്കും. നമ്മൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുവാണ്, അവിടെ സെക്യൂർ ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവരെന്തിനാണ് നമ്മളെ എങ്ങനെ നോക്കുന്നേ? അതായത് അവരുടെ മക്കളാണ്, അവരാണ് നമ്മളെ നോക്കേണ്ടതെന്നുള്ള റെസ്പോൺസിബിലിറ്റി അവർക്കുണ്ട്. അവരാണ് നമ്മളെ ഏത് സമയവും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടെന്നുള്ള ഒരു കാര്യം നമുക്കുണ്ട്. അപ്പൊ നമ്മൾ സെക്യൂർ ആണെന്നുള്ള ഒരു ചിന്ത നമുക്ക് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യില്ല, അപ്പൊ നമ്മളൊരു ജോലിക്ക് ട്രൈ ചെയ്യില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിസ്ക് എടുക്കാനായിട്ട് തയ്യാറാകില്ല. അപ്പൊ ഇതൊക്കെ എന്താണ്, ഈ ഒരു രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മുടെ ചുറ്റിനും ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, നമ്മള് ഒരു ചങ്ങല പൊട്ടിച്ചു മുന്നോട്ട് പോവില്ല. നമ്മൾക്ക് എപ്പോഴാണോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് തോന്നലുണ്ടാകണം, ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാണ്, അല്ലെങ്കിൽ ഞാനാണ് എന്റെ ജീവിതത്തിൽ കുറേയധികം കാര്യങ്ങൾ നേടേണ്ടത്, ജനിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു, മരിക്കുമ്പോഴും ഞാൻ ഒറ്റയ്ക്കാണ്, അപ്പൊ ജീവിതത്തിൽ പല കാര്യങ്ങളും സക്സസ്ഫുൾ ആയിട്ടുള്ള പല കാര്യങ്ങളും നേടണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം എന്നുള്ളൊരു തോന്നലുണ്ടാകണം. ഓക്കെ, നമ്മുടെ ചുറ്റിനും ആളുകൾ പ്രൊട്ടക്ട് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ ഒതുങ്ങിക്കൂടി പോകും. ഓക്കെ, അതാണ് മനുഷ്യരുടെ പ്രത്യേകത. നമ്മൾ ആ സേഫ് സോണിലാണ് എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരും. പക്ഷെ ആ സേഫ് സോൺ കടന്ന് നമ്മൾ അപ്പുറത്തോട്ട് ചെല്ലുമ്പോഴാണ് നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് നേടാനായിട്ട്, അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? സേഫ് സോണിൽ നിൽക്കുന്ന പല ആളുകളും ഇക്കൂട്ടത്തിലില്ലേ? ഉണ്ട്. പക്ഷെ അത് പൊട്ടിച്ച് നമ്മൾ മുന്നോട്ട് വരണം. സേഫ് സോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കമ്പിളി പോലെയാണ്. നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര തണവാണ് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, രാവിലെയൊക്കെ ആവുമ്പോൾ നമ്മൾ ഇരിക്കാനായിട്ട് നോക്കില്ല. എണീറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവല്ലോ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, ആ പുതപ്പ് അടിയിലായിട്ട് കൂടി കിടക്കാനായിട്ട് ശ്രമിക്കുക. കാരണം എന്താ, അതൊരു സേഫ് സോണാണ്. അപ്പോ അത് നമ്മൾ എന്ത് ചെയ്യണം, പൊട്ടിച്ചെറിയണം. എന്നാൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുക. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? നമ്രതയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നമ്രത എന്താ മിസ്? എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല മിസ്. ഇല്ല. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ഓക്കെ അല്ലേ? നെഗറ്റീവിസം ഒക്കെയാണ്, സിമ്പത്തിസം ഒക്കെ അല്ലേ? ഇനി അടുത്തത് വിഡ്രോവൽ ഒന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ. വിഡ്രോവൽ.
ഒരാളൊന്ന് റീഡ് ചെയ്യൂ കേട്ടോ. വായിക്കട്ടെ. വായിച്ചു. Some people are prone to withdraw from the situation in which they experience difficulty. If they refuse to face their problems, there is no danger of failure in connection with them. അതിന്റെ ഇത് പറയണം. പറഞ്ഞോളൂ. ഇപ്പോ ഒരാള് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നേരിടുമ്പോഴത്തേക്ക് അവര് അത് അതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് മുന്നോട്ട് ആ പ്രശ്നം വലിയ ഇതായിട്ട് ബാധിക്കത്തില്ല. അങ്ങനെ വിഡ്രോവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വിഡ്രോ ചെയ്യാന്നുള്ളതാണ് അല്ലെ, മാറിപ്പോവുക അല്ലെ, അതല്ലേ ഉദ്ദേശിക്കുന്നത്? വിഡ്രോ മാറിപ്പോവുക അല്ലേ? ഇപ്പൊ നിങ്ങള് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടോ? അതൊരു ഡിഫൻസ് മെക്കാനിസം ആണ്. ഓക്കെ, അതായത് എന്താ പറയാ, ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യങ്ങള് അല്ലെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അതിൽ നിന്ന് മാറിപ്പോകാറുണ്ട്. അങ്ങനെ മാറിപ്പോയിട്ട് മനസ്സിനെ ആശ്വസിപ്പിക്കുന്ന ഒരു രീതിയാണ് എന്ത്? വിഡ്രോവൽ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് ചില ആളുകൾ മരിക്കുന്ന സമയത്ത് അവരുടെ ഡെഡ് ബോഡീസ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? വീട്ടില് പൊതുദർശനത്തിന് വെക്കാറുണ്ടല്ലോ. ആ സമയത്ത് എന്ത് ചെയ്യും? അപ്പൊ നമ്മുടെ ക്ലോസ് വൺ ആയിട്ടുള്ള ആളാണെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ അദ്ദേഹത്തെ ചെന്ന് കാണാറില്ല. ചില ആളുകളുടെ ഡെഡ് ബോഡീസ് ഒക്കെ കാണുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താ? അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, അവരുടെ മനസ്സിനെ താങ്ങാനായിട്ട് പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യില്ല? മരിച്ചവരെ കാണാനായിട്ട് പോകാറില്ല. അതൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. അതൊരു വിഡ്രോവൽ ആണ്. കാരണം ഇത്തരത്തിലുള്ള വ്യക്തികൾ, അതായത് വിഡ്രോവൽ എന്ന് പറയുന്ന ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിന് ഭയങ്കരമായിട്ടുള്ളൊരു വേദന ഉണ്ടാകും. പിന്നെ കുറെ നേരത്തേക്ക് അല്ലെങ്കിൽ കുറെ നാളത്തേക്ക് അവരുടെ മനസ്സിൽ നിന്നത് മായില്ല. അവർക്ക് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അത് ഉണ്ടാകും. അപ്പോ അവരുടെ മനസ്സിനെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതൊരു തന്ത്രമാണ് അവർ ഉപയോഗിക്കുന്നത്? അതായത് ആ വ്യക്തിയെ കാണാതിരിക്കുക, അല്ലെങ്കിൽ അത് ആ സിറ്റുവേഷൻസിൽ നിന്ന് മാറിപ്പോവുക. ആ ഒരു മെക്കാനിസം ആണ് ആ വ്യക്തി ഉപയോഗിക്കുന്നത്. ഇതിനെയാണ് വിഡ്രോവൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ? നമ്മളിങ്ങനെ ഇപ്പൊ ഡെഡ് ബോഡീസ് എനിക്ക് ഈ മരണം കാണാൻ പറ്റത്തില്ല. കണ്ടു കഴിഞ്ഞാൽ ഞാൻ മെന്റലി, ഞാനിപ്പോ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, അതിൽ നിന്ന് 3 മാസത്തോളം എടുത്തു. ആ ഒരു വ്യക്തിയുടെ മരണം കണ്ടു, ഫുൾ ഡേ അവിടെ നിന്നു. പക്ഷെ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സാഹചര്യമായി പോയി. എനിക്ക് ഭയങ്കര ഡിപ്രഷൻ പോലെയൊക്കെ തോന്നിയായിരുന്നു. അതായത് നല്ല ഹെൽത്തി ആയിട്ട് നടന്ന് അന്നും കൂടെ മാരത്തോൺ ഓടിയിട്ട് പുള്ളി വന്നതായിരുന്നു. പക്ഷെ എല്ലാവരും വിചാരിച്ചു അദ്ദേഹം ഒരു ഡോക്ടറും കൂടെ ആയിരുന്നു. ടയേർഡായിട്ട് കിടക്കായിരിക്കുന്നു. പക്ഷെ പിന്നെ എണീറ്റ് നോക്കുമ്പോഴേക്കും മരണപ്പെട്ടു. പക്ഷെ അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ എനിക്ക് ഒത്തിരി സമയം എടുത്തു. പറയാ എന്റെ റിലേഷൻ ഒന്നും അല്ല, പക്ഷെ എന്നും കാണുന്ന ഒരു വ്യക്തി മാത്രമായിരുന്നു. മരണം ടിവിയിലാണെങ്കിലും ശരി, എന്താണെങ്കിലും എനിക്കത് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതെ. അപ്പൊ ഇത്തരത്തിലുള്ള വ്യക്തികള് നമുക്ക് ചുറ്റുമുണ്ട്. ഇപ്പൊ ആരതി പറഞ്ഞു, ആരതിയുടെ ഒരു ഇത് പറഞ്ഞല്ലേ, അതുപോലെ തന്നെ മറ്റുള്ള കുറെ ധാരാളം ആളുകളുണ്ട് നമ്മുടെ ഈ ഒരു ഭൂമിയിലല്ലേ. അപ്പൊ ഇത്തരത്തില് കുറെ പ്രശ്നങ്ങളുള്ള വ്യക്തികളുണ്ട് നമുക്കിടയിൽ. അപ്പോ ആ ഒരു, അതായത് അവരുടെ മനസ്സിനെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കാനായിട്ട് അവരെന്താണ് ആ മാർഗം സ്വീകരിക്കുന്നത്? വിഡ്രോ ചെയ്യാന്നുള്ളതാണ്. അതായത് ഇപ്പൊ ചിലപ്പോ ആളുകൾ പറയുമോ, മരിച്ചു കിടക്കുവാണ്, എന്നിട്ട് ആ വ്യക്തിയെ കാണാനായിട്ട് ചെന്നില്ല, എന്തൊരു ദുഷ്ട മനസ്സാണ് അവളുടെ എന്നൊക്കെ ചിലപ്പോ മറ്റുള്ള ആളുകൾ പറയും, ഇല്ലേ? അങ്ങനെ ആളുകൾ പറയാറില്ലേ? അവളും ഒരു കാലത്ത് അല്ലെങ്കിൽ ഒരു ദിവസം അവളും മരിക്കാനുള്ളതാണ്. പക്ഷെ എന്നിട്ടും അപ്പോ ആരുണ്ട് അവളെ തിരിഞ്ഞു നോക്കാൻ? അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വരും അല്ലെ? പക്ഷെ ഇതൊന്നും നമ്മള് ഇത്തരത്തിലുള്ള ആളുകൾ മൈൻഡ് ചെയ്യാറില്ല. കാരണം അവർക്ക് പ്രധാനം അവരുടെ മനസ്സാണ്. അപ്പോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം മാക്സിമം അവോയ്ഡ് ചെയ്യാനാണ് അവർ ശ്രമിക്കുക. ഇതൊരു ഡിഫൻസ് മെക്കാനിസം ആണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ആശുപത്രിയിലൊക്കെ ക്രിട്ടിക്കലായിട്ട് കിടക്കുന്ന പേഷ്യൻസ് ഉണ്ട്. ആക്സിഡന്റ് പറ്റി ക്രിട്ടിക്കലായിട്ട് കിടക്കുക, എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള രോഗം ബാധിച്ച് ക്രിട്ടിക്കലായിട്ട് കിടക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള വ്യക്തികളെ കാണാനായിട്ട് ചെല്ലാറില്ല. ക്ലോസ് വൺ, അതായത് നമ്മുടെ അടുത്ത, വളരെ അടുത്ത
പ്രിയപ്പെട്ട ബന്ധുക്കളോ അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളിലുള്ള ആളുകളോ ആണെങ്കിൽ കൂടിയും എന്ത് ചെയ്യാറില്ല, നമ്മൾ പോകാറില്ല. എന്തുകൊണ്ടാണ് പോവാത്തെ? എന്തുകൊണ്ടാണ്? ആക്സിഡന്റ് ആയിട്ട് ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ചിലവര് പറയും, അത് ഒരു ആക്സിഡന്റ് ആയിട്ട് കിടക്കുകയാണ്, ഒന്ന് ചെന്ന് കാണണം, ഏത് സമയമാണ് മരണം സംഭവിക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോ ആ വ്യക്തിയെ അവസാനമായിട്ട് കാണാനായിട്ട് ഒന്ന് ചെന്ന് കാണണം. അല്ലെങ്കിൽ ഇപ്പോ വയ്യാതായി കിടക്കുവാണ്, വയസ്സായിട്ട് കിടക്കുവാണ്, രോഗം ബാധിച്ച് കിടക്കുവാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെന്ന് കാണണം എന്ന് പറയാറുണ്ട് നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? അത് അവഗണിക്കും. നമ്മൾ അത് കാര്യമായിട്ട് എടുക്കില്ല. അതായത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ മനഃപൂർവ്വം ആ സിറ്റുവേഷൻസിൽ നിന്ന് വിഡ്രോ ചെയ്യാന്നുള്ളതാണ് ഈ ഒരു ഡിഫൻസ് മെക്കാനിസത്തിന്റെ പ്രത്യേകത. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഇനി ലാസ്റ്റ് വൺ ആണ് കേട്ടോ, ഫാന്റസി ഓർ ഡേ ഡ്രീമിങ്. അതൊന്ന് നിങ്ങൾ റീഡ് ചെയ്തോളൂ. റീഡ് ചെയ്ത് കഴിഞ്ഞോ? കമ്പ് ചെയ്യാം കേട്ടോ. കഴിഞ്ഞെങ്കില് നമ്രത ഒന്ന് വായിച്ചേ. നമ്രത. മിസ് വായിക്കാം. Fantasy or daydreaming. Daydreaming is a kind of withdrawal. Many of us turn to it when we are face to face with real problem. Instead of attempting to resolve these problems in realistic manner, we withdraw ourselves into a world of fantasy where we need not face failure, where we succeeded in every undertaking of ours. Beside these, there are other adjustment mechanisms such as dissolution, egocentrism, reaction formation, and others. ഓക്കെ, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? വായിച്ചത് മനസ്സിലായോ നമ്രതയ്ക്ക്? മിസ് എന്തെങ്കിലും മനസ്സിലായോ? നമ്മൾ ഡ്രീമിംഗ് അല്ലാതെ നമ്മൾ ടേൺ ടു ഫേസ് ആയിട്ടുള്ള പ്രോബ്ലംസിന് നമ്മൾ ഫേസ് ചെയ്യുന്നതാണ്. അതെ അല്ലേ?
അതായത് നമ്മൾ ഡേ ഡ്രീം കാണുക എന്ന് പറയും. ഡേ ഡ്രീമിംഗ് എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് വിഡ്രോവൽ ആണ്. എങ്ങനെയാണ്? ദിവാസ്വപ്നം കാണുക എന്ന് പറയും, അല്ലെങ്കിൽ പകൽക്കിനാവ് കാണാം. എല്ലാവരും കാണാറുണ്ടോ? കാണാറുണ്ട് അല്ലെ? നമുക്ക് എന്തും സ്വപ്നം കാണാം അല്ലെ? ഇപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ചെയറിലിരിക്കുന്നത് സ്വപ്നം കാണാനായിട്ട് സാധിക്കും. ഞാൻ ഇന്ത്യൻ രാഷ്ട്രപതിയായിട്ട് ചെയറിലിരിക്കുന്നത് എനിക്ക് സ്വപ്നം കാണാം. ഞാൻ ആകാശത്തൂടെ എയറോപ്ലെയിനിൽ പറക്കുന്നത് സ്വപ്നം കാണാം. പക്ഷെ അതൊക്കെ റിയൽ ആയിട്ട് സംഭവിക്കണം എന്നുണ്ടോ? നമ്മൾക്ക് എന്ത് സ്വപ്നം എത്ര വേണമെങ്കിലും കാണാം, ഏത് സമയത്തും അല്ലെ? നമ്മൾ അത് ഇമാജിൻ മാത്രം ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ഇത്തരത്തില് ഡേ ഡ്രീം ചെയ്തുകൊണ്ട് നമ്മുടെ റിയൽ ആയിട്ടുള്ള നമ്മുടെ ലൈഫിലുള്ള പ്രോബ്ലംസിനെ ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ അതിനെ ഫേസ് ചെയ്യാതെ, അതിനോട് എന്താ പറയാ, അതിനെ ഫേസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? കുറേയധികം സ്വപ്നങ്ങൾ കാണുന്നു. എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു, അത് സോൾവ് ചെയ്തു എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്വപ്നം കാണുന്നു. പക്ഷെ റിയൽ ആയിട്ട് എന്ത് ചെയ്യുന്നില്ല? നമ്മൾ അത് സോൾവ് ചെയ്യാനായിട്ടുള്ള എഫേർട്ട് എടുക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യാണ്? വെറുതെ സ്വപ്നങ്ങൾ മാത്രം കണ്ടുകൊണ്ടിരിക്കുവാണ്. ഓക്കെ, അപ്പൊ ഈ സ്വപ്നം കാണുന്നതിലൂടെ ഒരു തരത്തിൽ പറഞ്ഞാൽ മനസ്സിന് എന്താ കൊടുക്കുന്നേ? ഒരു തരത്തിൽ പറഞ്ഞാൽ ആശ്വാസമാണ് കൊടുക്കുന്നത്. അപ്പൊ സ്വപ്നം കണ്ടുകൊണ്ട് ഡേ ഡ്രീം ചെയ്തുകൊണ്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും മനുഷ്യന് മാറാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളെ മനുഷ്യന് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു ഡിഫൻസ് മെക്കാനിസം ആണെന്ത്? ഡേ ഡ്രീമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യാന്ന് പറയും. ചെയ്യാറുണ്ടോ? ആരെങ്കിലും മാനിഫെസ്റ്റേഷൻ ചെയ്യാറുണ്ടോ? ആരതി ചെയ്യാറുണ്ട്? ഒന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാവോ? ഒരു മിനിറ്റ്, എയർക്രാഫ്റ്റിന്റെ സൗണ്ട്. എന്താണ്? അല്ല, എയർക്രാഫ്റ്റ് ഫ്ലൈയിങ് നടക്കുന്നുണ്ട്, അപ്പൊ അതിന്റെ സൗണ്ട് കാരണം ഒരു മിനിറ്റ് എന്ന് പറഞ്ഞത്. ആ ഓക്കെ ഓക്കെ. എവിടെയാണ് താമസിക്കുന്നത് ആരതി? ഞാൻ ഗോവയിലാണ്. ഗോവയിലാണ് അല്ലേ? അതെ. ഓക്കെ ഓക്കെ. അവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഹസ്ബൻഡ് നേവിയിലായിരുന്നു, റിട്ടയർ ആയിട്ട് ഇപ്പൊ ബാങ്കിലാണ്. എന്തായിരുന്നു ഹസ്ബൻഡ് ജോലി? എന്തായിരുന്നു? ഹസ്ബൻഡ് നേവിയിലായിരുന്നു, ഇപ്പൊ റിട്ടയർ ആയതിനു ശേഷം ഇപ്പൊ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ ഞങ്ങൾ ഇവിടെ തന്നെ സെറ്റിലായി. മോള് ഇപ്പൊ ഇവിടെ പഠിക്കുന്നത് നേവി ചിൽഡ്രൻസ് സ്കൂളിൽ തന്നെയാണ്. അതെ അല്ലേ? ഓക്കെ ഓക്കെ. നാട്ടിൽ എവിടെയാ അപ്പോ? നാട്ടില് പാലക്കാട്. വരാറുണ്ടോ? നാട്ടിൽ വരാറുണ്ടോ? വരാറുണ്ട്, വെക്കേഷനിലൊക്കെ വരാറുണ്ട്. ആ ഓക്കെ. എങ്ങനെയുണ്ട് അവിടുത്തെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ഇപ്പൊ? സെയിം നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാ. നാട്ടിലെ പോലെ തന്നെയാണ് അല്ലേ? അതെ. ആ മാനിഫെസ്റ്റേഷൻ ഇപ്പൊ ഞാന് കുറച്ച് സ്പിരിച്വലി കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളതാണ്. അപ്പൊ മാനിഫെസ്റ്റേഷൻ ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും നമുക്ക് സാധിക്കണം, ഇല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അത് ചെയ്യുമ്പോൾ അത് പോസിറ്റീവായിട്ട് നടക്കാറുണ്ട്. ഇപ്പൊ എനിക്ക് ഭയം കൂടുതലുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പൊ എനിക്ക് 4 വീലർ ഡ്രൈവിംഗ് എന്നെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ ഇതുവരെ ഞാൻ പോയില്ല. പക്ഷെ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചപ്പോ എന്നെ കൊണ്ട് 2 വീലറും 4 വീലറും ലൈസൻസ് പെട്ടെന്ന് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ലൈസൻസ് എടുക്കാൻ പറ്റി. അതൊക്കെ ഒരു തരം മാനിഫെസ്റ്റേഷനും കൂടെ ചെയ്തിട്ടാണ് എനിക്കത് ഓവർകം ചെയ്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെല്ലേ? അപ്പൊ മാനിഫെസ്റ്റേഷൻ നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാം. ഡേ ഡ്രീമിംഗ് കേട്ടോ, അതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മള് പലതരത്തിലുള്ള, അതായത് ഈ ഡേ ഡ്രീം കാണുന്നതിലൂടെ നമ്മുടെ മനസ്സിന് പലതരത്തിലും ആശ്വാസം ലഭിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഡിഫൻസ് മെക്കാനിസം ആണത്. ശരിക്കും പറഞ്ഞാല് നമ്മുടെ ലൈഫിലുള്ള റിയൽ ആയിട്ടുള്ള പ്രോബ്ലംസിനെ നമ്മൾ റിയൽ ആയിട്ട് അതിനെ എന്താ പറയാ, അതിനോട് ഫേസ് ചെയ്യാതെ, അല്ലെങ്കിൽ അതുമായിട്ട് ഫേസ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്തു? ഇത്തരത്തില് ഡേ ഡ്രീം കണ്ടുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ ആശ്വസിപ്പിക്കും. ഓക്കെ, ഇനി താഴെ കുറച്ച് ഇത് കൊടുത്തിട്ടുണ്ട്, 2, 3. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. അതായത് വേറെ ഡിഫൻസ് മെക്കാനിസം ആണത്. ഡിസൊല്യൂഷൻ, അതുപോലെ ഈഗോ സെൻട്രിസം, റിയാക്ഷൻ, ഫോർമേഷൻ, ഇതൊക്കെ ഡിഫൻസ് മെക്കാനിസം തന്നെയാണ്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. നമ്മൾക്ക് ഈ ഒരു 12 എണ്ണമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇനി ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഡിസൊല്യൂഷൻ എന്താണ്, ഈഗോ സെൻട്രിസം എന്താണ്, റിയാക്ഷൻ ഫോർമേഷൻ എന്തൊക്കെയാണെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് വരാം. വേറെയും ഡിഫൻസ് മെക്കാനിസംസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക? അതൊന്ന് സെർച്ച് ചെയ്യുക, കണ്ടുപിടിക്കുക, എന്നിട്ട് ക്ലാസ്സിൽ അത് പ്രസന്റ് ചെയ്യുക. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്?
ഓക്കെ, നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റർ ആണ് ഈ ഒരു പാർട്ട് 2 എടുത്ത് തീർന്നിട്ടുള്ളത്? പാർട്ട് 1 കംപ്ലീറ്റ് ആണോ? യെസ് മാം, പാർട്ട് 1 കംപ്ലീറ്റ് ആണ്. പാർട്ട് 2 ഏതൊക്കെയാ? പാർട്ട് 2 ഇപ്പോ സൈക്കോളജി ജിഷ മാം തുടങ്ങിയിട്ടുണ്ട്. ഇനി 4ാമത്തെ യൂണിറ്റ് എടുത്തിട്ടില്ല. ഒരു മിനിറ്റ്, ലാസ്റ്റ് യൂണിറ്റ് എടുത്തിട്ടില്ല. ഒരു മിനിറ്റ്. ചൈൽഡ്ഹുഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് എടുത്തോ? ഫസ്റ്റും സെക്കൻഡും അപർണ മിസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പൊ 3rd യൂണിറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അത് എടുത്തിട്ടില്ല. ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഞാൻ എടുത്തു. പിന്നെ സൈക്കോളജി ജിഷ മിസ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എഡ്യൂക്കേഷണൽ സൈക്കോളജി ആണല്ലേ? അതെ. നീഡ്സ് എടുത്തിട്ടില്ലല്ലോ? നീഡ്സ് എടുത്തായിരുന്നോ? നീഡ്സ് എടുത്തിട്ടില്ല. എടുത്തിട്ടില്ല. അത് അപർണ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീഡ്സ് ഞാൻ എടുക്കാന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ നോക്കട്ടെ ഏതാണ് എടുക്കാൻ പറ്റിയെന്ന്. ചിലപ്പോ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആയിരിക്കും, അല്ലെങ്കിൽ എടുക്കാത്ത ഏതെങ്കിലും ഒരു ചാപ്റ്റർ ആയിരിക്കും കേട്ടോ. അത് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യാം, ഒരു കാര്യം കൂടി ചെയ്യണം. നമ്മളിപ്പോ ഇന്നെടുത്ത ഡിഫൻസ് മെക്കാനിസം ഉണ്ടല്ലോ, റസീനെ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഇന്ന് നമ്മൾ ഏതൊക്കെ ഡിഫൻസ് മെക്കാനിസം പഠിച്ചത്? ഏതൊക്കെ ഡിഫൻസ് മെക്കാനിസം ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്? നെഗറ്റീവിസം, സിമ്പതിസം, വിത്ഡ്രോവൽ, ഫാന്റസി ഓർ ഡേ ഡ്രീമിംഗ്. അതിന്റെ എക്സാമ്പിൾ ഒന്ന് അടുത്ത ക്ലാസ്സിൽ എഴുതിക്കൊണ്ടുവരണം കേട്ടോ. അതിന്റെ എക്സാമ്പിൾ എഴുതിക്കൊണ്ടുവരിക. എല്ലാവരും നിർബന്ധമായിട്ട് എഴുതിക്കൊണ്ടുവരണം കേട്ടോ. 2-3 പേര് മാത്രം പ്രസന്റ് ചെയ്തിട്ട് കാര്യമില്ല, എല്ലാവരും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ, ക്ലാസ്സിൽ ഇരുന്ന് എഴുതാനല്ലല്ലോ ഞാൻ പറഞ്ഞത്, വീട്ടില് നിങ്ങളുടെ സമയത്തിന് ഞാൻ അടുത്ത ആഴ്ചയാണ്, അടുത്ത വ്യാഴാഴ്ചയാണ് ക്ലാസ് വരുന്നത്. അപ്പൊ അതിനു മുമ്പ് ഈ 4 എണ്ണത്തിന്റെ എക്സാമ്പിൾ ഒന്ന് എഴുതി തീർത്താൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് സൈൻ ഔട്ട് ചെയ്യാന്നാ, മൈൻഡപ്പ് ചെയ്യാം അല്ലേ? യെസ് മാം, സൈൻ ഔട്ട് പറയുന്നുണ്ടോ? യെസ് മാം. I am Vidya. I am telling sign out. Thank you, ma'am. Today's class was fantastic and engaging. Thank you, madam, and all my dear friends. Today's class was about chapter defense mechanism, and you explained the topics well. On the behalf of everyone, I am thanking you. Okay, thank you so much. Thank you, ma'am. Next class,